മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സിനിമയാണ് അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ കാസ്റ്റിലും ബജറ്റിലും ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രത്തിൽ ഒന്നിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെയും റോള് ഗംഭീരമാണെന്നാണ് ചിത്രത്തിന്റെ ഒരു സിനോപ്സിസ് പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതും. മഹേഷ് നാരായണൻ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇത് നോക്കുമ്പോൾ മോഹൻലാലിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ എന്നതിനപ്പുറം മോഹൻലാലിനെ കാണിക്കുന്ന സീനുകൾ ചിലപ്പോൾ തിയേറ്ററിൽ തന്നെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ്. അടുത്തിടെ നമ്മൾ പലതും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. മമ്മൂട്ടിയുടെ ലഭ്യത കുറവ് കാരണം മോഹൻലാലിന്റെ സീക്വൻസ് അധികം ഷൂട്ട് ചെയ്യാനുള്ള പദ്ധതികളൊക്കെ അടുത്തിടെ തയ്യാറാക്കിയ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അതിന് മോഹൻലാൽ സമ്മതം മൂളി എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിന്റെ ഭാഗമെന്നോണം വേണം അടുത്ത ഷെഡ്യൂളിന്റെ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അടുത്ത ഷെഡ്യൂൾ എടപ്പാളിൽ ആരംഭിക്കുകയാണ്. ചിത്രത്തിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ ഇന്നേ ദിവസം എടപ്പാളിൽ ആരംഭിക്കുമ്പോൾ ഈ എടപ്പാൾ ഷെഡ്യൂളിൽ ഫൈറ്റ് പോർഷൻ ഒക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് വിവരങ്ങൾ. അതും 5 ദിവസമാണ് ഈ ഷെഡ്യൂൾ നീണ്ടു നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ കൊച്ചിയിലേക്ക് മാറുമെന്നും പറയുന്നു. അപ്പോഴേക്കും മമ്മൂട്ടി ഈ ചിത്രത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അരമണിക്കൂറോളം ദൈർഘ്യമുള്ള എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നത്. അതിൽ തന്നെ മോഹൻലാലിന്റെ സീനുകളൊക്കെ അതിഗംഭീരമാകും എന്നതാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ക്യാമിയോ റോൾ ആണെങ്കിലും ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷമാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയോടൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളാണ് ഇതിൽ പ്രധാനപ്പെട്ടതെന്നും പറയുന്നു. ശ്രീലങ്കയിൽ നടന്ന ആദ്യ ഷെഡ്യൂളിൽ ഇരുവരും ഒന്നിച്ചുള്ള ചില രംഗങ്ങൾ ചിത്രീകരിച്ചിരുന്നു. കൊച്ചിയിലാണ് ഇനി ഇരുവരും ഒന്നിച്ചുള്ള സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിക്കാൻ ഉള്ളത്. ജൂലൈ അവസാനമോ ഓഗസ്റ്റ് ആദ്യത്തിലോ ആയിരിക്കും കൊച്ചിയിലെ ഷെഡ്യൂളുകൾ എന്നാണ് റിപ്പോർട്ടുകൾ. എടപ്പാളിൽ ആരംഭിക്കാൻ പോകുന്ന ഷെഡ്യൂളിൽ മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങളാണ് ചിത്രീകരിക്കുക എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ട്. ആക്ഷന് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂൾ ഇവിടെ നടക്കുമ്പോൾ മോഹൻലാലിന്റെ ഗംഭീര ആക്ഷൻ കാണാമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഈ സിനിമയിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥരായ സുഹൃത്തുക്കളുടെ വേഷമാണ് ചെയ്യുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുള്ളത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സിനോപ്സിസിലും ഇതുതന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. മോഹൻലാലിന് 2 ലുക്കുകളും മമ്മൂട്ടിക്ക് 3-ലേറെ ലുക്കുകളും ഈ ചിത്രത്തിലുണ്ടെന്നാണ് വിവരങ്ങൾ. ലേറ്റസ്റ്റായി പുറത്തു വന്ന സിനോപ്സിസിൽ പറയുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന റിട്ടയർഡ് JIG ഓഫീസർ കഥാപാത്രത്തെയാണ്. ഈ ഓഫീസറിന് ഒരു രാജ്യദ്രോഹ അലിഗേഷൻ വരുന്നു എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് അദ്ദേഹത്തിനെ ഏതോ ഒരു സംഘം പെടുത്തുന്നതുമാണ്. കെട്ടിച്ചമച്ച ഒരു അലിഗേഷനിലാണ് അദ്ദേഹം പെട്ടുപോകുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കാൻ എത്തുന്ന ഓൾഡ് ഫ്രണ്ട് ആണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമെന്നാണ് പറയപ്പെടുന്നത്. അവർ രണ്ടുപേരും കൂടി ഇതിന്റെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. അതിനുവേണ്ടി അവർ ഒരു മിഷൻ തയ്യാറാക്കുന്നു. രാജ്യത്തിന് തന്നെ ത്രട്ടാകുന്ന ചില സംഭവങ്ങളാണ് ഇതിന്റെ ഭാഗമായി അരങ്ങേറുന്നത്. ഇതിനൊപ്പം തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കാനും ശ്രമിക്കുന്ന ഈ റിട്ടയർ JIG ഓഫീസർ അതിനൊപ്പം തന്നെ ഈ രാജ്യത്തെ തന്നെ രക്ഷിക്കാൻ ഒരുങ്ങുന്ന ഒരു മിഷനായി മാറുന്നു. അദ്ദേഹത്തിന്റെ അവസാന മിഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ചില സിനോപ്സിസുകൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ ചിത്രത്തിന്റെ കഥാതന്തു എന്നൊന്നും ഉറപ്പില്ലെങ്കിലും ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആൾക്കാർ വലിയ പ്രതീക്ഷയിലാണ്. ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥരായ സുഹൃത്തുക്കളുടെ വേഷമാണ് ഇരുവരും ചെയ്യുന്നത് എന്നതിൽ വേണമെങ്കിൽ ഏകദേശം ഉറപ്പിക്കാം. കാരണം ചിത്രത്തിന്റെ പേര് മോഹൻലാൽ അടുത്തിടെ പറഞ്ഞിരുന്നു. ഈ ചിത്രത്തിന്റെ പേരായി പേട്രിയോട്ട് എന്ന് പറയുമ്പോൾ തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട രീതിയിലാണല്ലോ പോകുന്നത്. രാജ്യസ്നേഹം, ദേശസ്നേഹം എന്ന് പറയുമ്പോൾ ഈ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മോഹൻലാൽ എന്തായാലും പേര് വെളിപ്പെടുത്തിയപ്പോൾ വലിയ രീതിയിലുള്ള രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധകരും എത്തിയിരുന്നു. ഇങ്ങനെയാണ് ഒരു ചിത്രത്തിന്റെ പേര് അനൗൺസ് ചെയ്യേണ്ടത് എന്ന രീതിയിലായിരുന്നു വന്നത്. ഒരു പ്രോപ്പർ അനൗൺസ്മെന്റ് പോലും നടന്നില്ല. കാരണം ഇത്രയും വലിയ ചിത്രം, മമ്മൂട്ടി ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാണുന്ന ചിത്രം കൂടിയാണ് ഈ ചിത്രം. എന്തായാലും മോഹൻലാലിന് ഈ ചിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അടുത്തിടെ ഈ ചിത്രത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കൂടാതെ ഇന്നേ ദിവസം ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ പ്രതീക്ഷിക്കാമെന്നും പറയപ്പെടുന്നു. ഈ ഷെഡ്യൂളിന് ശേഷം മോഹൻലാൽ പിന്നീട് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഭബഭ എന്ന ദിലീപ് ചിത്രത്തിലായിരിക്കുമെന്നാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ. ജൂലൈ 4 മുതൽ മോഹൻലാൽ ഈ ചിത്രത്തിന്റെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് വിവരങ്ങൾ. ഏതാണ്ട് 10 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇനിയുള്ളത് എന്നും വിവരങ്ങൾ പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നു. എന്തായാലും 2 ചിത്രങ്ങളിലും മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്.